തരുൺമൂർത്തിയുടെ തുടരും അല്ല മോഹൻലാലിന്റെ തുടരും തിയേറ്ററുകളിൽ വളരെ സക്സസ്ഫുൾ ആയി ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കും ഈ സിനിമ ഇത്രമാത്രം ക്ലിക്കായത്? ഗ്രീക്ക് ക്രിട്ടിക്കായിട്ടുള്ള അരിസ്റ്റോട്ടിൽ 384 ജനിച്ച അരിസ്റ്റോട്ടിലിന്റെ പോയറ്റിക്സ് എന്ന വർക്കിൽ ഒരു നല്ല ട്രാജഡിക്ക് വേണ്ട സവിശേഷ ഗുണങ്ങൾ പറയുന്നുണ്ട്. അത്തരത്തിൽ ഒരു ട്രാജഡിക്ക് വേണ്ട എല്ലാ ഗുണങ്ങളും ഒത്തിണങ്ങിയ സിനിമയാണ് തുടരും. HSI ഇംഗ്ലീഷ് സിലബസിൽ ഉൾപ്പെട്ടിട്ടുള്ള പോയറ്റിക്സ് എന്ന കൃതി തുടരും സിനിമയുമായി ബന്ധപ്പെടുത്തി നമുക്കൊന്ന് പഠിച്ചാലോ. കോംപ്ലക്സ് പ്ലോട്ടാണ് സിനിമയുടേത്. അരിസ്റ്റോട്ടിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് കോമഡിക്ക് ഒരു സിമ്പിൾ പ്ലോട്ടും ട്രാജഡിക്ക് ഒരു കോംപ്ലക്സ് പ്ലോട്ടുമാണ് വേണ്ടതെന്ന്. ഷൺമുഖന്റെ പാസ്റ്റ് ഉൾപ്പെടെ പല കാര്യങ്ങളിലേക്കും കഥ വിരൽ ചൂണ്ടുമ്പോഴും ഒരൊറ്റ കോംപ്ലക്സ് പ്ലോട്ടിൽ തന്നെ ആ ഒരു തിരക്കഥ പൂർണ്ണമായിട്ടും എഴുതി ഒരുക്കാൻ തരുൺമൂർത്തി ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. ഇത് അരിസ്റ്റോട്ടിൽ പണ്ടേ പറഞ്ഞു വെച്ച ഒരു സക്സസ് ഇലമെന്റ് ആണ്. അടുത്തത് HSI ഇംഗ്ലീഷ് എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കും എന്ന് നമ്മൾ സ്റ്റാർ ഇട്ട് ക്വസ്റ്റ്യൻ പൂളിൽ വെച്ചിരിക്കുന്ന 2 ടേംസ് ആണ്, പെരിപ്പീറ്റിയും അതുപോലെ തന്നെ അനഗ്നോറിസിസും. പെരിപ്പീറ്റിയ എന്ന് പറഞ്ഞാൽ ഒരു സഡൻ റിവേഴ്സൽ ഓഫ് സർക്കംസ്റ്റൻസസ് ആണ്. അതായത് നല്ലൊരു ക്യാരക്ടർ പെട്ടെന്ന് ബാഡ് ആവുന്നു, അല്ലെങ്കിൽ വളരെ സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടിരുന്ന കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ ബാഡ് ആവുന്നു, അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ക്യാരക്ടറിന്റെ സ്വഭാവം മാറുന്നു, ടെൻഷൻസ് വരുന്നു. ഇതൊക്കെയാണ് പെരിപ്പേറ്റിയയിൽ വരുന്നത്. നമ്മൾ ഫിലിം റെഫർ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ മിസ്സിങ് വരുന്നു, മരണം വരുന്നു, റിവഞ്ച് വരുന്നു. സോ സക്സസ്ഫുൾ യൂസ് ഓഫ് പെരിപ്പേറ്റിയ എന്ന് പറയുന്ന ഡിവൈസ് ആണ് നമുക്ക് ഈ ഒരു സിനിമയിൽ കാണാൻ പറ്റുന്നത്. അടുത്തത് അനഗ്നോറിസിസം ആണ്. It is a point in the novel or drama in which the principal character recognizes the circumstances. അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളുടെ ട്രൂ ഐഡന്റിറ്റി. ഒന്നുകിൽ അവനായിരിക്കുന്ന അവസ്ഥ യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ക്യാരക്ടറിന്റെ ട്രൂ ഐഡന്റിറ്റി മനസ്സിലാക്കുന്നു. സോഫോക്ലിസിന്റെ ഇഡിപ്പസ് റെക്സ് നമുക്കറിയാം. സോ ഇതില് സ്വന്തം അച്ഛനെയാണ് കൊല്ലുന്നതെന്നറിയാതെ, അമ്മയാണ് കല്യാണം കഴിക്കുന്നതെന്ന് അറിയാതെയാണ് ഇഡിപ്പസ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. പിന്നീടാണ് ഈ അനഗ്നോറിസിസ് വരികയും താൻ ചെയ്ത തെറ്റിന്റെ ആ ഒരു ഗ്രാവിറ്റി ആ ക്യാരക്ടറിന് മനസ്സിലാവുന്നത്. ഇതുപോലെ ഒരു അസാധ്യ സംഭവം തുടരും സിനിമയിലുമുണ്ട്. ഷൺമുഖൻ എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു ഘട്ടം കഴിയുമ്പോഴാണ് താൻ ചെയ്ത തെറ്റ് എന്താണെന്ന് പ്രോപ്പറായിട്ട് മനസ്സിലാക്കുന്നത്. ആൻഡ് ഇതാണ് തിയേറ്ററിൽ ഹൈറ്റൻ ചെയ്യുന്ന, ടെൻഷൻ ഹൈറ്റൻ ചെയ്യുന്നത്. എസ്പെഷ്യലി ആ ബാത്റൂം സീനിൽ ശരിക്കും ഡ്രസ് ഇട്ട് നനഞ്ഞ് കരയുന്ന മോഹൻലാലിന്റെ അസാധ്യ അഭിനയമാണ് തുടരും ഫിലിം ഇത്രമാത്രം പോപ്പുലർ ആക്കുന്നത്. അതുകൊണ്ട് തന്നെ അനഗ്നോറിസിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു എക്സിക്യൂഷൻ ഈ ഫിലിമിൽ ഉണ്ട് എന്ന് തന്നെ പറയാം. പിന്നെ ഒരു ട്രാജഡിയുടെ ഏതാണ്ട് ഒരു ഗ്രാഫ് ലൈക്ക് സ്ട്രക്ചർ വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടേംസും അരിസ്റ്റോട്ടിൽ പറഞ്ഞു വെക്കുന്നു. അതായത് വളരെ സമാധാനത്തിൽ തുടങ്ങുന്നു, റൈസിങ് ആക്ഷൻ ഉണ്ട്, പ്രശ്നങ്ങൾ കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന ക്ലൈമാക്സ് ഉണ്ട്, അവിടുന്ന് താഴോട്ട് വരുന്ന ഫോളിങ് ആക്ഷൻ, പിന്നെ ഡിനൗൺസ്മെന്റ്, പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് ഓക്കെ ആയിട്ട് പോകുന്നു. സോ നോക്കിക്കേ, തുടങ്ങുന്നിടത്ത് ഒരിക്കലും ഡിനൗൺസ്മെന്റ് എത്തുന്നില്ല. അതായത് തുടങ്ങുന്ന ഒരു ഹാപ്പി മൂഡിലേക്ക് കംപ്ലീറ്റ് ഓക്കെ ആയിട്ട് ഒരിക്കലും ഒരു ട്രാജഡി അവസാനിക്കുന്നില്ലെന്നാണ് പറയുന്നത്. പ്രശ്നങ്ങളുണ്ട്, പരിഹരിക്കപ്പെടും, പക്ഷെ നോർമൽ ആ തുടക്കത്തിലുള്ള അവസ്ഥയിലേക്ക് എത്തുന്നില്ല. തുടരും ഫിലിം നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കിത് കാണാൻ പറ്റും. അതായത് തിരിച്ചെത്തുമ്പം കോൺഫ്ലിക്റ്റ് റിസോൾവ് ആണ്, പക്ഷെ ഒരിക്കലും ആ പഴയ കളി, ചിരി, സന്തോഷം, ആ ഒരു ഹാപ്പി മൂഡിലേക്ക് ഫിലിം എത്തുന്നില്ല. ദൃശ്യം ഫിലിമിലും ഈ ഒരു ടെക്നിക്ക് നമുക്ക് കാണാം. അവസാനവും മോഹൻലാൽ അവതരിപ്പിക്കുന്ന ആ ഒരു ക്യാരക്ടർ ഉള്ളിൽ ഒരു ടെൻഷൻ പേറുന്നുണ്ട്. പിന്നെ നമുക്കൊക്കെ അറിയാവുന്ന 2 ടേംസ് കൂടിയുണ്ട്, കഥാർസിസും ഹമാശയും. കഥാർസിസ് ഒരു സേഫ് ഔട്ട്ലെറ്റ് ആയിട്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത്. നമുക്ക് സങ്കടം തോന്നുന്നു, കഥാപാത്രത്തോട് നമ്മളൊരു എമ്പതി തോന്നുന്നു, നമ്മൾ സങ്കടപ്പെട്ട് നമ്മുടെ ഇമോഷൻസിനെ എല്ലാം പുറത്തു കളയുന്ന ഒരു ഔട്ട്ലെറ്റ് ആയിട്ടാണ് പലപ്പോഴും കഥാർസിസിനെ നമ്മൾ കാണുന്നത്. ഇവിടെ അരിസ്റ്റോട്ടിൽ പിറ്റി ആൻഡ് ഫിയർ എന്ന 2 ടേംസ് പറയുന്നുണ്ട്. പിറ്റി വരുന്നത് അൺമെറിറ്റഡ് മിസ്ഫോർച്യൂണിൽ നിന്നാണ്. അതായത് അയാൾക്ക് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു ദുരന്തമാണല്ലോ അദ്ദേഹത്തിന് സംഭവിച്ചത്. സോ നമുക്കൊരു പിറ്റി തോന്നും. 2 ഫിയർ, ഇത് നമ്മുടെ ലൈഫിലും സംഭവിച്ചേക്കാമല്ലോ എന്നുള്ളതിൽ നിന്നാണ് ഫിയർ വരുന്നത്. തുടരും സിനിമ കണ്ട പലരും തിയേറ്ററിൽ കണ്ണ് നിറയുന്നതും വിഷമിക്കുന്നതും സങ്കടപ്പെടുന്നതും എല്ലാം നമ്മൾ കാണുന്നുണ്ട്. സോ ഇവിടെയും പിറ്റി ആൻഡ് ഫിയർ ഉൾപ്പെടുന്ന കഥാർസിസ് ആണ്, അരിസ്റ്റോട്ടിലിയൻ ടേംസ് തന്നെയാണ് ഈ ഫിലിമിൽ നമുക്ക് വിസിബിൾ ആവുന്നത്. ഹമാശയാണ് അടുത്ത ഒരു പ്രധാനപ്പെട്ട ടേം എന്ന് പറയുന്നത്. അതായത് ഒരു ക്യാരക്ടറിന് എന്തെങ്കിലും ഒരൊറ്റ കാര്യത്തിൽ പ്രശ്നം കാണും, ബാക്കി എല്ലാം കൊണ്ടും അദ്ദേഹം നോബിൾ ആയിരിക്കും. ആ ഒറ്റ പ്രശ്നം കൊണ്ട് അദ്ദേഹത്തിന്റെ ലൈഫിൽ ഒരു ട്രാജഡി നടക്കുന്നതിനെയാണ് നമ്മൾ ഹമാശ എന്ന് പറയുന്നത്. ഷൺമുഖത്തിന് അംബാസഡർ കാറിനോടുള്ള അമിതമായ ഭ്രമമാണ് ആക്ച്വലി ഈ ഒരു ഫിലിമിൽ അദ്ദേഹത്തിന്റെ ഹമാശ എന്ന് പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് ഫിലിം കണ്ടാൽ തന്നെ നമുക്ക് ശരിക്കും ഈ ഒരു ഹമാശയുടെ ഇലമെന്റ്സ് ഒക്കെ ഇതിൽ നിന്ന് പിക്ക് ചെയ്യാൻ പറ്റുന്നതാണ്.
HSA ഇംഗ്ലീഷിന് ക്രിറ്റിസിസം എത്രമാത്രം പ്രധാനമാണോ അതുപോലെ തന്നെ കേറ്റഡ്, നെറ്റ്, സെറ്റ് എക്സാംസിനും ഈ ടോപ്പിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ക്രിറ്റിസിസം പൊതുവേ കുറച്ച് ടഫ് ആയതുകൊണ്ട് പലരും ഒരു മുൻവിധിയോടുകൂടിയാണ് സമീപിക്കുന്നത്. ക്ലാസ്സിൽ നമുക്ക് കഥകൾ പറഞ്ഞും പാട്ടുകൾ പാടിയും നാടകങ്ങൾ അനലൈസ് ചെയ്തും ഫിലിമിനെ പറ്റി പറഞ്ഞുമൊക്കെ ഈ ഒരു ടോപ്പിക്ക് വളരെ സ്മൂത്തായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇനിയും ഇത്തരത്തിലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.